കുറച്ച് മുളകും ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിന്ന് വളം ഇട്ട് കൊടുക്കുന്ന വീഡിയോ ആണ് ഇന്ന്. ഞാനിത് നട്ട സമയത്ത് പോട്ടി മിക്സ് തയ്യാറാക്കി മാത്രമേ നട്ടിട്ടുള്ളായിരുന്നു. പിന്നെ ഇതിനൊരു വളവും ഞാൻ ചെയ്തിട്ടില്ല. വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇതിനിട്ട് കൊടുക്കാമെന്ന്. ചാണകപ്പൊടി ഗ്രോ ബാഗിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. ഗ്രോ ബാഗിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് വേരുകൾക്ക് നന്നായിട്ട് പെട്ടെന്ന് വളം വലിച്ചെടുക്കാൻ പറ്റുന്നത്. മുളക് നടുന്ന സമയത്ത് ഞാൻ കുറച്ച് മഴയത്ത് ഒലിച്ച് വന്നിട്ടുള്ള മണലും കൂടെ ചേർത്താണ് നട്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മണ്ണ് നന്നായിട്ട് കട്ടിയായിട്ടില്ല. നല്ല രീതിയിൽ ഇളവുന്ന രീതിയിലാണ് ഇരിക്കുന്നത് മണ്ണ്. അതുകൊണ്ട് തന്നെ വേരുകൾ നന്നായിട്ട് ഓടും. നമ്മൾ ചെയ്യുന്ന വളങ്ങളെല്ലാം അതിന് നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2 സൈസിലുള്ള മുളകാണ്. ഒന്ന് വയലറ്റ് മുളകും ഒന്ന് സാധാ പച്ചമുളകുമാണ്. ഈ മുളകിനാണെങ്കിൽ നല്ല മണമുള്ള മുളകാണ്. കറിയിലൊക്കെ ഇട്ടാൽ നല്ല രുചിയാണ് കറിക്കൊക്കെ. നമ്മളെ കയ്യിൽ എന്ത് വളമുണ്ടോ ആ വളം എല്ലാം മുളകിന് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ചാണകപ്പൊടിയാണുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചാണകപ്പൊടിയിലേക്ക് വേരുകൾ നന്നായിട്ട് ഓടും. ഇതിന് ചുറ്റും കുറേ പുല്ലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടി പറിച്ച് കളയാം. വളരെ കുഞ്ഞിലെ തന്നെ ഈ മുളവെല്ലാം എനിക്ക് കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മുളകും പിടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുളകിന് മാത്രമേ ഇപ്പം വളം ചെയ്യുന്നുള്ളൂ. മോൻ കിടന്ന് ഉറങ്ങിയാണ്. മോൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കത്തില്ല. ഇതുപോലെ തന്നെ എല്ലാ മുളകിൻ്റെ മുട്ടിലും ചാണകവും മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നട്ട സമയത്ത് ഗ്രോ ബാഗിൻ്റെ അടിയിലായിട്ട് കുറച്ച് കരിയിലയും പിന്നെ ചാണകപ്പൊടി, മണ്ണ്, മണൽ ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണാണ് ഞാൻ പോട്ട് മിക്സായിട്ട് തയ്യാറാക്കിയത്. ഇത് വയലറ്റ് മുളകാണ്. ആദ്യം പിടിച്ചു വരുമ്പോൾ നല്ല വയലറ്റ് ആയിരിക്കും, പിന്നെ അത് വിളയുന്ന സമയത്ത് അതിന് പച്ച നിറത്തിലോട്ട് മാറും.
ഇത് വയലറ്റിൻ്റെ തന്നെ വേറൊരു മുളകാണ്. പക്ഷേ ഇതിലാണെങ്കിൽ ചെറിയ മുളകുകളാണ് പിടിക്കുന്നത്. പിന്നെ അത് വിളയുന്ന സമയത്തൊരു വെള്ള കളറും കൂടെ ആയിട്ടാണ് വരുന്നത്. ഇതൊരു കുഞ്ഞു തൈയാണ്. നട്ടിട്ട് ഒരുപാട് നാളായിട്ടില്ല, 1 മാസം കഴിയും. നട്ട സമയത്ത് കുഞ്ഞു തൈ ആയതുകൊണ്ട് ഗ്രോ ബാഗ് മടക്കിയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇത് നൂത്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാൻ, മണ്ണും ചാണകപ്പൊടിയും കൂടി. കടയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊന്നും സമയം കിട്ടാറില്ല. പിന്നെ ഞായറാഴ്ച ഒരു ദിവസമാണ് അവധി. അപ്പോൾ ആ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഈ മണമുള്ള മുളക് വലിയ ഇഷ്ടമാണ്. നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ ഇതിൻ്റെ കൂടെ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. ടെൻഷനൊക്കെ കുറയും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ മുമ്പ് ഇഞ്ചി നടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചിയെല്ലാം കിളിച്ച് മുകളിൽ വന്നു. അപ്പോൾ ഇതിനും കൂടി കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയും കിളിക്കാനുണ്ട്, എന്നാലും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ കിളിച്ച് വന്നോളും. നമുക്കുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഇതുപോലെ നട്ടു വയ്ക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ അതിൽ നിന്ന് കിട്ടും. നമ്മൾ നടുന്ന ഏത് ചെടിയിൽ നിന്നായാലും അതിൽ നിന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാനുള്ള ആവേശം കൂടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തുക.
കാണുന്ന പുളിപ്പിച്ച കഞ്ഞെള്ളമാണേ. അപ്പോൾ ഇത് പുളിപ്പിച്ചിട്ട് 10 ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ മുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം കീടശല്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടും മുളകിനൊക്കെ. മുളകിനല്ല, ഇത് എല്ലാ ചെടികൾക്കും ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.